വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്നലെ ചർച്ച നയിച്ചല്ലോ, ഇന്നലത്തെ ചർച്ച. അപ്പൊ അതിനകത്ത് വിജയേട്ടൻ ഈ RSSന്റെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം വേണ്ട എന്നാണ് RSS പ്രധാനമായിട്ടും പറയുന്നത്. അത് നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വഴിയുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 2038 നമ്മുടെ ഭാരതം രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാകും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു 20 ട്രില്യന് മുകളിൽ നമ്മൾ അച്ചീവ് ചെയ്യും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ചൈന ഒന്ന് മന്ദഗതിയിലാവും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചൈനയിൽ ജനസംഖ്യാ നിയന്ത്രണം ഉണ്ട്. അതുകൊണ്ട് അവിടെ ആൾക്കാരൊക്കെ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വയസ്സായ ആൾക്കാരെ വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്കൊരു പരിമിതിയുണ്ട്. ചൈന ഇപ്പൊ അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ RSS പറയുന്നത് ജനസംഖ്യാ നിയന്ത്രണം ഇവിടെ വേണ്ട എന്നുള്ള രീതിയിലാണ്. ഇന്നലെ വൈകുന്നേരം കൃത്യമായിട്ട് സർസംഘചാലക് ഇതേ പ്രസ്താവന വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ പ്രസ്താവന സർസംഘചാലക് വന്ന് പറഞ്ഞു, ജനസംഖ്യാ നിയന്ത്രണം വേണ്ട എന്നുള്ളൊരു സാധനം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. 3 വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. ഒന്നാമത്തത് ജനസംഖ്യാ നിയന്ത്രണത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനം. രണ്ടാമത് പ്രായപരിധി. നമ്മളെല്ലാവരും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. 75 വയസ്സാകുമ്പോൾ നരേന്ദ്രമോദി റിട്ടയർ ആകുമോ? അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, സർസംഘചാലകൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും ഒരു നിയമം ഒരിടത്തുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, RSSന് അങ്ങനെ ഒരു തീരുമാനവും ഇല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈ 3 കാര്യങ്ങളിലൂടെ അയാൾ കൃത്യമായിട്ട് സർസംഘചാലക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ ആണ്. മധുര കാശി സിന്ദ ഹേ എന്നവര് നിരന്തരം പറയുന്ന ഒരു സംഭവമാണ്. ഈ ബാബറി മാത്രമല്ല, ഇനി മധുരയുണ്ട്, കാശിയുണ്ട്. അത് രണ്ടും ഹിന്ദുവിന്റെ പരിപാവനമായിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇപ്പൊ മാനമര്യാദയ്ക്ക് ചോദിച്ചു കേട്ടോ, ഈ മധുര എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ഞങ്ങൾക്ക് തരണം, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കണ്ണായ ഭൂമി വിട്ടു തരാം. ഈ അയോധ്യയിൽ ഒരു കാര്യം ചോദിച്ചോട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയോധ്യ ഈ രാമക്ഷേത്രം അവർ തരാൻ തയ്യാറായിരുന്നു. ഈ ബാബറി നമുക്ക് തരാൻ തയ്യാറായിരുന്നു. അതായത് ഹൈന്ദവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു. അതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞത്. ഒരു കാര്യം ആലോചിച്ച് നോക്കണേ. അതായത് ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഈ ഭൂമി അവരത് നമുക്ക് തന്നിരുന്നുവെങ്കിൽ ഇവര് പറയുന്ന സ്ഥലത്ത് ഇവർക്കൊരു പള്ളി ഉയർന്നേനെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഇന്ത്യയിലുള്ള വില, അതായത് ഇന്ത്യൻ മുസ്ലിംസിന് ഇന്ത്യയിലുള്ള വില അത് ലോകോത്തര തലത്തിൽ ഉയർന്നേനെ. ഈ ഗാസ ഈ സംഘർഷം വരുമ്പോൾ പോലും ഈ ലോക മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ മുസ്ലിങ്ങൾ അങ്ങനെ ഭൂമി കൈയേറുന്ന ആൾക്കാരല്ല. നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കും, അവിടെ ഒരു അയോധ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ പള്ളി അത് ഞങ്ങളുടെ പള്ളിയായിരുന്നു, ഞങ്ങളത് ഇവർക്ക് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞൊരു വലിയ ഉദാഹരണം കാണിക്കാനുള്ള വലിയൊരു ചാൻസ് ആണ് അവര് കളഞ്ഞു കുളിച്ചത്. ഇവർക്ക് ചരിത്രത്തിലുടനീളം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം, ഞങ്ങൾ അധിനിവേശം നടത്തുന്ന ആൾക്കാരല്ല, നിങ്ങൾ അയോധ്യയിലേക്ക് നോക്കൂ. ഇപ്പോൾ നമ്മൾ തന്നെ നിയമ പോരാട്ടം നടത്തി അത് പിടിച്ചെടുത്ത പോലെയാണ്. ഇനി കാശിയുണ്ട്, മധുരയുണ്ട്, 2 സ്ഥലങ്ങളുണ്ട്. ഈ 2 സ്ഥലങ്ങളും ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ സർസംഘചാലക് പറയുന്നത് ഇനി സംഘം നേരിട്ട് ഇറങ്ങില്ല ഇതിന്റെ പ്രക്ഷോഭത്തിനൊന്നും, പക്ഷേ RSSകാർ ഇറങ്ങിയാൽ തടയില്ല. ഇത് കേട്ടിട്ട് സുഡാപ്പികളെ മനസ്സിൽ വിചാരിക്കുന്ന അതെന്തിനു നിലപാടാ എന്നായിരിക്കും ഒരു മനസ്സിൽ വിചാരിക്കുന്നത്. ഇപ്പൊ ഗ്യാൻവാപ്പിയുടെ കേസൊക്കെ നടക്കുന്നു, അങ്ങനെ പോകുന്നു. അതിനിടയിൽ ഒരു മൂഡ് ഓഫ് ദ നേഷൻ സർവേ വന്നിട്ടുണ്ട്. ഞാൻ ഇത് അറിയുന്നത് ഇന്നലെ ഈ ഇൻസ്റ്റാഗ്രാം ചുരണ്ടിക്കൊണ്ടിരുന്നപ്പോ റിപ്പോർട്ടർ ചാനൽ വാർത്ത പുറത്തുവിട്ട്, ജനപ്രീതി ഇടിയുന്നു. കണ്ടോ, നല്ല കിടുക്കാച്ച് സാധനം. നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിയുന്നു. ഞാനിങ്ങനെ നോക്കി, മോദിയുടെ NDA സർക്കാരിന്റെ ജനപ്രീതി ഇടിയുന്നു. ഞാൻ നേരെ ഇന്ത്യ ടുഡേയിലേക്ക് പോയി. ഇന്ത്യ ടുഡേയിൽ നമുക്കിപ്പോ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഇതാണ്ട് ഏതായിട്ട് നോക്കി അവരുടെ വാർത്ത ഇംഗ്ലീഷ്, അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 300 സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് ഇടിഞ്ഞ് താഴെ പോകും. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിൽ എവിടെയാണ് ഈ ജനപ്രീതി ഇടിയുന്ന സാധനം? 324 സീറ്റ് ഇപ്പം NDA നേടും, കോൺഗ്രസ് സഖ്യം 208 സീറ്റായി കുറയും. ഇത് വിശ്വസിക്കണ്ട, ഇതിലും കൂടുതലായിരിക്കും. സാധാരണ എക്സിറ്റ് പോൾ നമുക്കിപ്പം ഈ സർവേ ഫലങ്ങളൊന്നും ഇപ്പൊ ഫലിക്കാറില്ല, നമുക്ക് അറിയാന്നുള്ള കാര്യമാണ് അത്. എങ്കിലും ഞാൻ ആലോചിച്ചു, എങ്കിലും ഈ ജനപ്രീതി ഇടിയും ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടിയ വാർത്തയായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഈ ജനപ്രീതി ഇടിയുന്ന വാർത്തയ്ക്കായിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ നടന്നപ്പോ ഇന്ന് രാവിലെ അവര് ഇന്ത്യ ടുഡേ ഇന്ന് രാവിലെ 6:42 അവർ ആ വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ഇന്നലെ വിട്ടതാ. അവർക്ക് വേണ്ട വാർത്തകൾ അവർ ചുരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അവർ ഇരുന്ന് കണ്ടിട്ട് ഈ വാർത്ത ശരിയല്ല, ഇത് മോദിക്ക് കൂടും, രാഹുൽ ഗാന്ധി കുറയും, അതും വേണ്ട, അത് മോദിക്ക് പോപ്പുലാരിറ്റി ഉള്ളത്, അത് വേണ്ട. ഇതിന്റെ ഇടയിൽ നിന്ന് എവിടെന്നോ കിട്ടിയ ഒരു സാധനമാണ് ഈ ജനപ്രീതി ഇടിയോ എന്നുള്ള സാധനം. അപ്പോൾ അതെടുത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. 2025 ഫെബ്രുവരിയിൽ ഈ സർവേ നടത്തിയപ്പോൾ 62% ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ജനപ്രീതി. ഇപ്പോൾ അത് 4% കുറഞ്ഞ് 58% എന്നുള്ളതാണ് ഇവരുടെ ഈ വലിയ വാർത്ത, ജനപ്രീതി ഇടി. ഇവരാണ് ഉത്തരേന്ത്യൻ വാർത്തകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്.
ഇവരാണ് ഛത്തീസ്ഗഡിലെ വാർത്ത, ഉത്തരാഖണ്ഡിലെ വാർത്ത, മണിപ്പൂരിലെ വാർത്തയൊക്കെ ഇവർ റിപ്പോർട്ട് ചെയ്തത്. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഈ RSSന്റെ ഈ 3 വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്തുകൊണ്ടാണ് മോഹൻ ഭാഗവത് ഇന്നലെ വന്ന് പറയാനുണ്ടായ ഒരു കാരണം? പ്രത്യേകിച്ച് നമ്മളെ രാജ്യം ഇപ്പോൾ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട്, അതായത് മോദി താഴെ ഇറങ്ങില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കാശി മധുര ബാക്കിയുണ്ട്, അറിയാമല്ലോ. അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ നിയന്ത്രണം ഇല്ല. ഇതെന്താണ് ഇപ്പൊ പറയാൻ കാരണം? അത് തന്നെ ഞാൻ ഇപ്പൊ ഈ ധനുഷ് ജനപ്രീതി കുറഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ പ്രേക്ഷകരോട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മതി. കേരളത്തിലെ മാധ്യമങ്ങള് ഈ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അവർ ഒരു ടെക്നിക്കൽ യൂസ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല, ഞാനത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്, ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചാൽ ഇവരെങ്ങനെ അതിന് തലക്കെട്ട് കൊടുക്കുന്ന വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പാലം സമർപ്പിച്ചു എന്ന് കൊടുക്കും. നേരെ മറിച്ച് റഷ്യയുടെ കയ്യിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ തീരുമാനം അപ്പൊ ഇവർ കൊടുക്കും. കാരണം ഈ അമേരിക്കൻ ആളുകളുണ്ടല്ലോ, അമേരിക്കൻ ട്രംപ് അനുകൂലികൾ, അല്ലെങ്കിൽ ട്രംപിന്റെ ഫാൻസ് ഉണ്ട് നമ്മൾ, അപ്പൊ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുതും മോദി എന്നാണ് ഉപയോഗിക്കുന്നത്, പ്രധാനമന്ത്രി ഉപയോഗിക്കില്ല. മോദി എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു. വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ചൈനീസ് വിദേശകാര്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു. അതാകുമ്പോൾ രാജ്യത്തിന് നേട്ടം മോദി ചെയ്താൽ അതിനെ രാജ്യത്തിന് എന്നുള്ള രീതി ധരിപ്പിക്കാൻ പ്രധാനമന്ത്രി. ഇനിയിപ്പോ ഇവര് ഉടക്കി നിൽക്കുകയാണല്ലോ, അപ്പൊ മോദി. മനസ്സിലാവുന്നുണ്ട്? ഈ ഒരു വാക്കുകൾ ഇവർ മാറ്റിയും തിരിച്ചും ഉപയോഗിക്കുന്നു. അത് ഒരുപാട് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട് മലയാള മാധ്യമങ്ങൾ. അത് നമുക്ക് പണ്ടോട്ടേ അറിയാവുന്നതാണ്. അതായത് മോദി എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചിട്ടാണ് ആ പേര് കൊടുക്കുന്നത്. അപ്പൊ ചോദിക്കും നിങ്ങൾ കൊടുക്കാറില്ലേ എന്ന് ചോദിക്കും. നമ്മളെ സംബന്ധിച്ച് അതും കൂടെ പ്രേക്ഷകർ അറിയണം. നമ്മൾ കൊടുക്കുന്നതിന് വെച്ചാൽ 1280 നമ്മളുടെ യൂട്യൂബിന്റെ തംബ്ലൈൻ കൊടുക്കാനുള്ള സ്പേസ്. അപ്പോൾ സ്വാഭാവികമായി അതിനകത്തൊരു ചിത്രം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമന്ത്രി എന്ന് നീട്ടി അടിച്ചാലുള്ള ഒരു കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സ്പേസ് കാണില്ല. അതായത് കൃത്യമായി തന്നെ തമ്പിൽ ഇത് പറയാൻ കഴിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. ഒപ്പം ഫോട്ടോയും കൊടുക്കാൻ കഴിയില്ല. പക്ഷെ മലയാള മനോരമ കണക്ക് 16 പേജുള്ള ഒരു പത്രത്തിൽ പ്രധാനമന്ത്രി എന്ന് കൊടുക്കാൻ സ്പേസിന് കുറവുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകളുടെ ഒക്കെ താഴെയുള്ള സ്ക്രോളുകള് 18 വാക്ക് വരെ കൊടുക്കാം, മുറിയില്ല. 18 മുകളിലും കൊടുക്കാം. സ്ക്രോൾ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് പോട്ടെ, അത് അവരുടെ ഓരോരുത്തർക്കും ഓരോ ആംഗിളുകൾ ഉണ്ടാകാം. അതിപ്പോ അജണ്ടകൾ ഉണ്ടാകാം. അജണ്ടകൾ അങ്ങനെ പൊക്കോട്ടെ. ഇനി നമുക്ക് RSSന്റെ ഇവിടെ ഇന്നലെ നടന്ന ചർച്ചയിൽ ഞാനിവിടെ പറയുകയുണ്ടായി, ജനസംഖ്യാ നിയന്ത്രണ ബില്ല് കൊണ്ടുവരരുത് എന്ന് BJP ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞൊരു കാര്യമാണത്, BJPയോട് ഞാൻ പറയുന്നു. കാരണം അത് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനസംഖ്യാ നിയന്ത്രണം തൊട്ട് ഒന്നുകൂടെ പറയൂ, സ്റ്റക്ക് ഉണ്ടായി അവിടെ. റിപ്പീറ്റ്. ജനസംഖ്യാ നിയന്ത്രണ ബില്ല് കൊണ്ടുവരരുതെന്ന് ഞാൻ BJPയോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞത്. അതിനുശേഷമാണ് വൈകുന്നേരം സർസംഘചാലകർ ഇത് തന്നെ പറയും. ഇതിനൊരു കാരണമുണ്ട് മനുഷ്യ. ഇവിടെ ഒരുപാട് പേര് പറഞ്ഞില്ല ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരും. അവർ പറയുന്നതിനും അത് മറ്റു ചില ആംഗിളുകളുണ്ട് ആ പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് യൂത്താണ്. 55% യൂത്താണ് നമുക്കുള്ളത്. നമ്മൾ ഈ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ യൂത്ത് കുറഞ്ഞു വരും. നമുക്ക് ആരുമില്ല, കുറെ വയസ്സായവർ മാത്രം നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാജ്യം മുൻപോട്ട് പോവുക? രാഷ്ട്രീയ പാർട്ടികൾ മുൻപോട്ട് പോകുന്നത് എങ്ങനെയാണ്? അപ്പം ഒന്നും മുൻപോട്ട് പോകില്ല. അപ്പൊ അവരും വേണം, അതിനൊപ്പം തന്നെ കരുത്തുള്ള ഒരു യുവതലമുറയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് മുൻപോട്ട് പോവുകയുള്ളൂ. ടെക്നോളജി ആയാലും മറ്റുള്ള കാര്യങ്ങളായി ഇത് മനസ്സിലാക്കി തന്നെയാണ് RSS ആ ഒരു നിലപാടെടുത്ത്. ഏതായാലും കഴിഞ്ഞ കുറെ കാലമായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വലിയ ചർച്ച നടക്കുകയായിരുന്നു, ഈ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് എന്ന് കൊണ്ടുവരും BJP എന്ന്. ഇപ്പോൾ ഒരു കാര്യം കൂടെ വ്യക്തമായില്ലേ, ജനസംഖ്യാ നിയന്ത്രണ ബില്ല് കൊണ്ടുവരില്ല. അങ്ങനെ ഒരു ബില്ല് ഇനി ഇല്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ എന്താണ്, ഈ കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ കൂടി അവർ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് വന്ന് ഇവിടെ പെറ്റുകൂട്ടാതിരുന്നാൽ മതി, ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യകളും ഒക്കെ ആയിട്ട് വന്ന്. കാരണം അവരെ അടിച്ച് പുറത്ത് കളയുമ്പോൾ തന്നെ ഒരു 2 കോടി ആളുകളുടെ ഒരു സ്പേസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അവരാണ് വന്നിട്ടാണ്ട് വലിയ രീതിയിൽ ഉണ്ടാകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ പല സമുദായങ്ങളും അവർ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടാണ് ഈ ഒരു കാര്യത്തെ സമീപിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം പക്ഷെ അതിനകത്തൊരു അപകടം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഈ ജനസംഖ്യ കുറഞ്ഞു വരുന്നുമുണ്ട്. അത് പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇത് ഈ ഹിന്ദുക്കളുടെ റേഷ്യോ മാറുന്നുണ്ട്. പക്ഷെ കേരളത്തിലുമൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് എന്താ പറയുന്നത്, ഇനി ഒരു കുട്ടി മതി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല, കൂടുതൽ കുട്ടികളിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ആ ഒരു കാര്യത്തിൽ RSS വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അവര് രണ്ടാമത് പറഞ്ഞൊരു കാര്യം അതായിരുന്നു, കുറെ ദിവസങ്ങൾ നമ്മുടെ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ
ആ ചർച്ചയുടെ ചൂട് പിടിച്ചിട്ടാണ് ഒരാളിരുന്ന് തള്ളുന്നത് 6 മാസത്തിനുള്ളിൽ മോദി താഴെ പോകും, RSS ഇടപെട്ടിട്ടുണ്ട്, 1 വർഷം കൊണ്ട് മോദിയെ താഴ്ത്തി. നമ്മൾ അന്നും ഇവിടെ ചർച്ച നടത്തി, ധനുഷിന് ഓർമ്മയുണ്ടാവും, അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, RSS റിട്ടയർമെന്റ് ഇല്ല, RSS റിട്ടയർമെന്റ് ഇല്ല. അതറിയണമെന്നുണ്ടെങ്കിൽ എളമക്കര കാര്യാലയത്തിൽ ഉണ്ടാവും, സംസ്ഥാന കാര്യാലയം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ 10ഉം 90ഉം വയസ്സുള്ള പ്രചാരകന്മാരെ നമുക്ക് കാണാൻ കഴിയും. വളരെ ആക്റ്റീവായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ഒരു പ്രചാരകൻ റിട്ടയർമെന്റ് കൊടുക്കാൻ കഴിയുക? ഒരു പ്രചാരകൻ ഇല്ലെങ്കിൽ ഒരു സ്വയം സേവന റിട്ടയർമെന്റ് ആകണമെങ്കിൽ അത് മരണത്തോടു കൂടി മാത്രമാണ് റിട്ടയർമെന്റ് ആകുന്നത്. ഇല്ല എങ്കിൽ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സുകൊണ്ട് പോലും വേണ്ടാന്ന് വെക്കണം, അല്ലെ? അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം അതിനകത്ത് ഒരു റിട്ടയർമെന്റ് ഇല്ല. അങ്ങനെ ഒരു സംഘടന എങ്ങനെയാണ് സർസംഘചാലകന്റെ ഏജ് നിശ്ചയിക്കുന്നത്? എനിക്ക് തോന്നുന്നു അതും പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ചർച്ച നടത്തിയിരുന്നിട്ട് എനിക്ക് തോന്നുന്നത്. അന്ന് ഞാൻ മറ്റ് സർസംഘചാലകന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞു, സുദർശൻജിയുടെ കാര്യമൊക്കെ ഞാൻ അന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നു. അങ്ങനെ ഒരു സംഘടന എങ്ങനെ പറയാൻ കഴിയും? അപ്പം എന്തെങ്കിലും ഒരു വാർത്ത കെട്ടിച്ചമക്കുകയാണ്, മോദിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അപ്പൊ അത് പറയുക. രണ്ടാമത്തെ കാര്യം, BJP-യിൽ ഇതുണ്ടെന്ന് പറയും. അവരാദ്യം പരിശോധിക്കുന്നത് BJP-യിൽ ഇങ്ങനെ ഒരു നിയമമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഭരണഘടനയിൽ. അവരുടെ ഭരണഘടന അങ്ങനെയാണെങ്കിൽ 77-ാമത്തെ വയസ്സിൽ യെദ്യൂരപ്പ കർണാടകയുടെ മുഖ്യമന്ത്രി ആകയില്ലായിരുന്നു. ഏതാണ്ട് 80 വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്ന ശ്രീ O രാജഗോപാൽ കേരളത്തിലേക്ക് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കില്ലായിരുന്നു. E ശ്രീധരൻ പാർലമെന്റിലേക്കാണ് നിയമസഭയിലേക്കാണ് MLA ആയിട്ട് രണ്ടിടത്തും മത്സരിച്ചു. നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും E ശ്രീധരൻ മത്സരിക്കുമ്പോൾ പ്രായം എന്തായിരുന്നു? അങ്ങനെ പ്രായമുണ്ടോ BJP-ക്ക്? പ്രായമില്ല, കഴിവാണ് മാനദണ്ഡം. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 75 വയസ്സാകുമ്പോൾ പ്രധാനപ്പെട്ട ചുമതല, അതാണ് ആ വരിയാണ് ശ്രദ്ധിക്കേണ്ടത്. മോദി എന്താണ് പറഞ്ഞത്? പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 75 വയസ്സാകുമ്പോൾ അതിനകത്തൊരു റിട്ടയർമെന്റിലേക്ക് പോവുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആ 75 വയസ്സിലും മുൻപോട്ട് പോകാനുള്ള കരുത്തുണ്ട് എങ്കിൽ, ആ കരുത്തുള്ളത് കൊണ്ടാണല്ലോ 77-ാമത്തെ വയസ്സിൽ DS യെദ്യൂരപ്പയെ കർണാടകത്തിന് മുഖ്യമന്ത്രിയാക്കിയത്. ജയിച്ചു വരാൻ കപ്പാസിറ്റി ഉള്ളതാണല്ലോ ശ്രീ O രാജഗോപാലിനെ അവർ MLA ആക്കിയത്. E ശ്രീധരൻ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് നേട്ടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ E ശ്രീധരനെ മത്സരിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇല്ലേ? അപ്പം അത് നമ്മൾ അന്നേ പറഞ്ഞു ഇതിനകത്ത് കാര്യമില്ല എന്നുള്ളത്. കാരണം ഇത് നമ്മൾ ഇത് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് BJP-യുടെ ഭരണഘടന ഇത് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കണം. ഇവരെല്ലാവരെയും 75 വയസ്സ് റിട്ടയർ ചെയ്യിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇത് രണ്ടുമില്ലെങ്കിൽ ആ ഒരു വാദഗതിക്ക് അർത്ഥമില്ല. പിന്നെ RSS-നെ സംബന്ധിച്ച് അതിനകത്ത് റിട്ടയർമെന്റ് ഇല്ല, ആർക്കും റിട്ടയർമെന്റ് ഇല്ല. അപ്പം ഇതാണ് അതിന്റെ രണ്ടാമത്തെ കാര്യം. ആ ഒരു കാര്യത്തിലും ഇപ്പൊ ഏതായാലും മാധ്യമങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടുണ്ട്. മോദി ഈ അടുത്തൊന്നും പോകില്ല, ഇല്ല താഴോട്ട് ഇറങ്ങുന്നില്ല, പകരത്തിന് വേറൊരാളെ കുറിച്ച് ചിന്തിക്കണ്ട, പിന്നെ വാർത്ത ഉണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത് പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടന്റ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഈ രാമജന്മഭൂമി മൂവ്മെന്റ് നടക്കുന്ന സമയം, ആ സമയത്ത് RSS അതിന്റെ തുടക്കത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, RSS ഇല്ലായിരുന്നു. പകരം ആ ഒരു മൂവ്മെന്റിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്ത് മുമ്പോട്ട് പോയത് വിശ്വഹിന്ദു പരിഷത്തും ബജരംഗ് ദളുമായിരുന്നു. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് ശിവസേനയായിരുന്നു വളരെ സജീവമായിട്ട് അതിന്റെ മുൻനിരയിൽ നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. എനിക്ക് തോന്നുന്നു BJP അല്ല, പാർട്ടിയുടെ കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാണ്. വിശ്വഹിന്ദു പരിഷത്തും ബജരംഗ് ദള് ഉണ്ടായിരുന്നു. ഈ ശ്രീ യോഗി ആദിത്യനാഥിന്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു, ഹിന്ദു യുവവാഹിനി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. ആ യുവവാഹിനിക്ക് RSS-ഓട് ബന്ധമില്ല, പക്ഷെ ഈ യോഗി ആദിത്യനാഥ് നേതൃത്വം സൈന്യമാണത്, അവരുണ്ടായിരുന്നു. കർണിസേന ഉൾപ്പെടെയുള്ള അനവധി ഹൈന്ദവ സംഘടന ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബാൽ താക്കറെ ഉള്ള സമയമായിരുന്നു. ശിവസേന അതിന്റെ ഒരു മുന്നണി പോരാളിയായിരുന്നു. പക്ഷെ ഈ രാമക്ഷേത്രത്തിന് വേണ്ടി രഥയാത്രയൊക്കെ നടത്തിയ BJP ആയിരുന്നു. RSS അതിന്റെ ഫ്രണ്ട് ലൈനിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഈ പറയുന്നത് എല്ലാ RSS-ന്റെ ചില സംഘടനകൾ, വിശ്വഹിന്ദു പരിഷത്തും ബജരംഗ് ദളും ഒക്കെ അവരുടെ സംഘടനകൾ തന്നെയാണ്, പരിവാർ സംഘടന, അവരുണ്ടായിരുന്നു. സ്വയം സേവകർക്ക് കർസേവയിലും മറ്റും പങ്കെടുക്കുന്നതിന് RSS യാതൊരു വിലക്കും ഏർപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴും സർസംഘചാലക പറയുന്നത് ആ കാര്യം തന്നെയാണ്. കാശിയും ഒപ്പം തന്നെ മധുരയും അതിന്റെ മൂവ്മെന്റ്സിൽ സ്വയം സേവകർക്ക് പങ്കെടുക്കാം, നമുക്ക് തടയുന്നില്ല, നമുക്ക് അതില്ല, അവർക്ക് പങ്കെടുക്കാം, അവരുടെ ഇഷ്ടമാണ്. പക്ഷെ RSS സംഘമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ മൂവ്മെന്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആരാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകളാണ്. ഇത് രാമജന്മഭൂമി മൂവ്മെന്റിൽ നമ്മൾ ഇത് തന്നെയാണ് കണ്ടത്. ഈ സംഘടനകളാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മുടെ ഭരണത്തിലിരിക്കുന്ന RSS-ന്റെ BJP ഭരണത്തിലിരിക്കുന്ന ഒരു ഇമേജ് ഉള്ള ഒരു സമയമാണ്. നേരത്തെ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴൊന്നും BJP ഭരണത്തിലില്ല. ഭരണത്തിൽ വരാനായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് രാമക്ഷേത്രം അവർക്ക് വലിയൊരു
പുഷ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല ആൾക്കാരും പറയുന്ന കാര്യമാണ് രാമക്ഷേത്രം എന്നുള്ള സാധനം. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്നു, കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഈ കാശിയും മധുരയും വീണ്ടും ചാടിപ്പിടിക്കുന്നതും അതിനൊരു മൂവ്മെന്റ് തുടങ്ങുന്നതും അതൊരു മണ്ടത്തരമായിട്ടുള്ളൊരു ഇതായിട്ടാണ് പല ആൾക്കാരും വ്യാഖ്യാനിക്കുന്നത്. ഇനി ഇവർ ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണോ? ഇപ്പൊ നമ്മൾ ബാബറി മസ്ജിദ് അധികാരത്തിൽ വന്ന ശേഷം സുപ്രീം കോടതിയെ കൊണ്ടാണ് വിധി പറയിച്ചത്. അതുപോലെ ഈ കാശിയും മധുരയും അതുപോലെ നിയമപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണോ ഈ സർസംഘചാലക് ഉദ്ദേശിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. അതിനും മറുപടി ഇന്നലെ സർസംഘചാലക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഉം. ഈ രാജ്യത്തുള്ള ഒരു സർക്കാരുമായിട്ട് ഞങ്ങൾക്ക് ശത്രുതയില്ല, ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് തുറന്ന് പറയും, സമരം ചെയ്യേണ്ടിടത്ത് സമരം ചെയ്യും, ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയും, അല്ല ഞങ്ങൾക്ക് ആരുമായിട്ട് പിണക്കമല്ല. അതിലത് എടുത്തു പറയുന്ന ഡയലോഗ് ഇതാണ്, ഈ രാജ്യത്തെ ഒരു സർക്കാരുമായി, അതായത് സംസ്ഥാന സർക്കാരിനെയാണ് ഉദ്ദേശിച്ച ആർ എസ് എസിന് പൊളിറ്റിക്സ് ഇല്ല, അവരുടെ നിലപാടുകളാണ് മുമ്പോട്ട് വെക്കുന്നത്. അതായത് ഇപ്പൊ ഒരു സംഘടനയ്ക്ക് ഒരു നിലപാടുണ്ട്, അത് നമ്മുടെ നിലപാട് ഇതാണ്. അതിപ്പോ ബി ജെ പിക്ക്, കാരണം പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, തെളിയിച്ചിട്ടുള്ളതാണ്, ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് ആർ എസ് എസിന് ഒരു നിർബന്ധവും ഇല്ല. അധികാരത്തിൽ വരിക പോവുക അത് മറ്റൊരു കാര്യം. ഈ രാമജന്മഭൂമി മൂവ്മെന്റ് നടക്കുമ്പോഴും ആയാൽ തന്നെ, മറ്റു മൂവ്മെന്റുകൾ നടക്കുമ്പോഴായാൽ തന്നെ, അതാണ് ഇന്നലെ സർസംഘചാലക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഞങ്ങൾക്ക് വിവിധ സംസ്ഥാന സർക്കാരുകളുമായിട്ട് ഞങ്ങളുടെ നിലപാടുകളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പക്ഷെ പിണക്കങ്ങളോ തർക്കങ്ങളോ ഇല്ല. ഞങ്ങൾ അവരുമായി നിരന്തരം സംസാരിക്കുന്നവരാണ്, അവരുമായി നല്ല റിലേഷൻസ് കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് ഒരു വലിയ സംശയം കൂടെ മാറ്റിക്കൊടുത്തത്. കേന്ദ്രവുമായിട്ട് ഈ ആർ എസ് എസ് ഒടക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. പ്രത്യേകിച്ച് കാർഷിക നിയമത്തിൽ ആർ എസ് എസ് വളരെ ക്ലിയർ ആയിട്ട് ആർ എസ് എസിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കർഷകർക്ക് കൂടുതൽ ഇത് വേണം. തൊഴിലില്ലായ്മയ്ക്കെതിരെ ആർ എസ് എസിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആർ എസ് എസിന്റെ നിലപാടുകൾ പറഞ്ഞു തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. അത് ഉയർത്തിപ്പിടിച്ചാണ് ആ സംഘടന മുൻപോട്ട് പോകുന്നത്. ബി ജെ പി എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർക്ക് കാലാകാലങ്ങളിൽ അവരുടെ ഇത് മാറ്റിയും തിരിച്ചും ഒക്കെ എടുക്കേണ്ടി വരും. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നതും രാഷ്ട്ര സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരും രണ്ടും രണ്ടാണ്. അപ്പോ ഒരു സ്വയം സേവനം എന്ന് പറയുമ്പോൾ എല്ലാം ത്യജിച്ചുകൊണ്ട് രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്നു ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തനമാണ്. പൊതുവായി പ്രവർത്തിക്കുന്ന അയാൾക്കൊരു ലക്ഷ്യമുണ്ട്, ഇവിടെയും ഒരു ലക്ഷ്യമുണ്ട്. രണ്ടും രണ്ട് ലക്ഷ്യങ്ങളാണ്. അപ്പൊ അത് തന്നെ അതും ഇന്നലെ സർസംഘചാലക് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഇനി ഇപ്പോൾ ഈ മധുരയിലും കാശിയിലും നിയമ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അയോധ്യയിലും നിയമ പോരാട്ടമല്ലേ നടന്നത്? വൈകാരികമായിട്ടുള്ള വിഷയമല്ല, നിയമ പോരാട്ടമാണ് നടക്കുന്നത്. മധുരയിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ 2022 UP ഇലക്ഷൻ കവർ ചെയ്യാൻ പോയപ്പോൾ ഈ മധുരയിലും കാശിയിലും ഒക്കെ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു വിഷ്വൽസും മറ്റും എടുക്കാണ്ട് അവിടെ പോയി. അപ്പോൾ അവിടുത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ കാശിയിലെ കേസ്, മധുരയിലെ എനിക്ക് അത്ര അറിയില്ല, അവിടെ പോയിരുന്നെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയില്ല. പക്ഷെ കാശിയിലെ കേസ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സാധനം, അവിടെ ഈ മസ്ജിദിന്റെ കുറെ ഭാഗങ്ങളുമൊക്കെ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അവിടുത്തെ. ഇത് തന്നെയായിരുന്നു ഈ അയോധ്യയിലെ ഗ്യാൻവാപ്പി. ഈ അയോധ്യയിൽ ഇത് തന്നെയായിരുന്നു. അയോധ്യയിലെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഷിയ വിഭാഗത്തിന്റെ, സുന്നികളുടെ അല്ല. അവിടെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയ സുന്നികളായിരുന്നു. കാരണം അവരാണ് ലീഡർഷിപ്പിലൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ളതും അത്യാവശ്യം പൈസ ഉള്ളതൊക്കെ. മറ്റവർക്ക് അതില്ലായിരുന്നു. അവർക്ക് കുറെ ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കണം, ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു വലിയ പള്ളി വേണം എന്നൊക്കെ. കാരണം ഇന്ത്യയിൽ അവർക്ക് എടുത്തു പറയത്തക്ക സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് അവരത് ആവശ്യപ്പെട്ടിരുന്നത്. അന്ന് അവരതിന് തയ്യാറായിരുന്നു. അതിനെ തകർത്ത് തരിപ്പണമാക്കിയത് അതിന്റെ ഇടനില നിന്നവരായിരുന്നു. കാരണം അവർ തന്നെ പലപ്പോഴും, നമ്മൾ തന്നെ അതിന്റെ മുൻകാലങ്ങളിൽ, ഇപ്പോഴല്ല, മുൻകാലങ്ങളിലൊക്കെ വാർത്ത ചെയ്തിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ഒതുങ്ങിക്കൂടി നിന്ന ഒരു വിഭാഗത്തിന് ഇവിടുത്തെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ കുത്തി ഇളക്കി കൊണ്ടുവന്ന് ആ ഒരു ആപ്പിൾ ചാടിക്കുകയാണ് ചെയ്തത്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇതിനകത്ത് മെയിൻ റോള് ചെയ്യണമായിരുന്നു. അതായത് ഇതിനെ കൈവച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രാമജന്മഭൂമി പ്രശ്നം ഇത്രയും വഷളാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി അവരുടെ ഒരു ചെറിയ കുളമായിരുന്നു UP വോട്ട് കിട്ടാനുള്ള ഒരു കുളമായിരുന്നു അയോധ്യ. വളരെ കാലം ഈ കുളം കാണിച്ചുകൊണ്ടാണ് UP ഇവർ അധികാരത്തിലിരുന്നത്. ഇവര് UP വരുന്നപ്പോൾ എന്താ ചെയ്യുന്നത്? വന്നു കഴിഞ്ഞാൽ ഇവരുടെ രാജീവ് ഗാന്ധിയിലും മറ്റ് നേതാക്കന്മാരെ ആദ്യം പോയിട്ട് അയോധ്യ പോകും. എന്നിട്ട് പറയും, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ അമ്പലം പണിയുമെന്ന്. ഇത് സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസ് ആണ്. രാജീവ് ഗാന്ധിയാണ് അവിടെ തറക്കല്ലിട്ടത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ കാലത്താണ് അവിടെ പാലഭിഷേകം നടന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ പണിയും ചെയ്തിരുന്നു. ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് BJP നോക്കുമ്പോൾ കുഴപ്പമില്ല. കാരണം ഈ കുളത്തിൽ നിന്നായിരുന്നു ഇവർക്കുള്ള ജീവനത്തിനുള്ള വെള്ളം കിട്ടിക്കൊണ്ട്. പിന്നെ അവർ ആ കുളം ഒരു നദിയാക്കി ഇന്ത്യ മുഴുവൻ ഒഴുക്കിയപ്പോഴാണ് അതൊരു വലിയ മൂവ്മെന്റ് ആയി മാറിയത്. അവർ പ്രതീക്ഷിച്ചില്ല, കോൺഗ്രസ് ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. കോൺഗ്രസ് കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അയോധ്യയിലെത്തും അവരുടെ നേതാക്കളെല്ലാം. അവിടെ വെച്ച് വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത് തീർക്കണമെങ്കിൽ കോൺഗ്രസിന് വളരെ ഈസി ആയിട്ട് നടക്കുമായിരുന്നു. ഇനി മുസ്ലിങ്ങളുടെ ആചാരപ്രകാരമാണെങ്കിൽ പോലും നിസ്കാരമില്ലാതെ അടഞ്ഞു കിടക്കുന്ന പള്ളി, തർക്കപ്രദേശത്തുള്ള പള്ളി,
ഇങ്ങനെയുള്ള മസ്ജിദുകൾ അവർ ആരാധനയ്ക്കായി ഉപയോഗിക്കില്ല എന്ന് അവരുടെ മതം തന്നെ പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് പറയുന്നുണ്ട് അങ്ങനെ ഇല്ലാത്തവണ്ണം വേണ്ട, ഞങ്ങൾക്ക് തർക്കത്തിലിരിക്കുന്ന ഭൂമിയിൽ മസ്ജിദ് പണിയരുതെന്നുണ്ട്, അതുപോലെ അടഞ്ഞു കിടക്കുന്ന മസ്ജിദിൽ നിസ്കരിക്കാൻ പോകരുതെന്നുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളത് അത് വിട്ടുകൊടുക്കാൻ അന്നേ അവർ തയ്യാറായിരുന്നു, അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും NGOകളും എല്ലാം ചേർന്ന് അതിനെ കൊളവാക്കി ഒരു വർഗീയവൽക്കരിച്ചു എന്നുള്ളതാണ്. അവിടെ അല്ലാതെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഈ ഗ്യാൻ ബാപ്പിയുടെ കേസിലും സമാനമായ കേസാണ് നടക്കുന്നത്. അതായത് ഒരു പരിധി വരെ അവർ ഓക്കെ ആയിരുന്നു, ഈ സ്ഥാനത്തിൽ അവർ റെഡി ആയിരുന്നു. കാരണം അവർക്കത് യാഥാർത്ഥ്യം മനസ്സിലാകുമല്ലോ. ഇപ്പൊ ഒരു ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുന്നതും അത് തകർത്തിട്ട്, അപ്പൊ അതിൻ്റെതായ ഒരു, കാരണം ഇത് അതിനകത്താണ് നിൽക്കുന്നത്, ഇത് എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാം. മധുരയിലും അങ്ങനെ തന്നെയാണ്, ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ്, ആ ക്ഷേത്രത്തിന്റെ ആ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. ആ മധുരയിലെ ഈ ശ്രീകൃഷ്ണന്റെ ആ ജന്മ സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു മസ്ജിദാണ് അത്. ഇവിടെയാണ് ഇതിന്റെ ഒരു വിഷയം. ഈ മസ്ജിദ് ഇപ്പോഴത്തെ കാലത്ത് കെട്ടിയതല്ല, മുൻപ് കാലത്ത് കെട്ടിയതാണ്. അതിന് മുൻപുള്ള ഒരാളായിരുന്നല്ലോ ഭഗവാൻ കൃഷ്ണനും ശിവനും ഒക്കെ. അതിന് മുമ്പ് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാണ് ഇതിന്റെ കാര്യം. അതല്ലാതെ ഈ പള്ളി വന്നതിന് ശേഷം വന്ന അമ്പലങ്ങളല്ല മധുരയും ഈ പറയുന്ന കാശിയും. അതിന് മുൻപേ ഉള്ള ക്ഷേത്രങ്ങളാണ്. അപ്പൊ അതിനും ശേഷം ഇവിടെ വൈദേശിക ശക്തികൾ വരികയും മുഗളന്മാരുടെ ആക്രമണത്തിൽ അതിനെ തകർക്കുകയും അതിനുള്ളിൽ അവരൊരു മസ്ജിദ് പണിത് കൊണ്ട് ഈ സംസ്കാരം തകർക്കാനാണ് അവര് പണിതതും. ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പണിതതല്ല. അത് നമുക്ക് ആ മസ്ജിദുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവർ പണിതതല്ല. ഇതിന്റെ മുകളില് ഇങ്ങനെ ഒരു സ്ഥാപനം സാധിച്ചിട്ട് അവരുടെ ഒരു ചിഹ്നം, അതായത് അവരുടെ ഒരു എംബ്ലം, ഞങ്ങളുടെ അധികാരത്തിന്റെ എംബ്ലം, അത് തകർക്കുകയാണ്. ഒരു സംസ്കാരം തകർക്കുക. അതിന്റെ മുകളിൽ എന്താണ് നമ്മൾ പറയത്തില്ലേ, ഞാൻ ആ കൊച്ചുബാബ, ഈ കാട്ടുകുതിര എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, പഴയ നാടകമാണ് SL സദാനന്ദന്റെ. അതിൽ കൊച്ചുബാബ പറയുന്നൊരു സാധനമുണ്ട്, എനിക്ക് ഭയങ്കര വാശിയാണ് ആ സ്ഥലം വേണമെന്ന്. ആ തറവാട് കിട്ടി, ആ തറവാടിന് നടുക്ക് ഞാനൊരു കുളം കുഴിക്കും, എന്നിട്ട് ഞാൻ ആ കുളത്തിലൊന്ന് കുളിക്കും, കോരി കുടിക്കും എന്ന് പറയുന്നത് പോലെയാണ്. ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ തകർക്കുന്നു, തകർത്തിട്ട് തന്റെ അധികാര ചിഹ്നം സ്ഥാപിക്കുന്നു, സംസ്കാരം തകർക്കും. ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അല്ലാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടല്ല. മുഗളന്മാർക്ക് എന്താ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പള്ളി പണിയാൻ ഇന്ത്യ സ്ഥലമില്ലായിരുന്നു. ഇത് തന്നെയാണ് അവിടെ നടക്കുന്ന കാര്യം. അതായത് ഈ എന്തുകൊണ്ടാണ് അയോധ്യയിലെ ക്ഷേത്രം തകർത്തുകൊണ്ട് അവിടെ പള്ളി പണിത്? ഈ മുഗളന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ നല്ല ഒന്നാന്തരം സ്ഥലം അന്നത്തെ കാലത്ത് കിട്ടില്ലായിരുന്നു, കിട്ടുമായിരുന്നു. അപ്പൊ അതല്ല ലക്ഷ്യം. കാശിയില് എന്തിനാണ് ക്ഷേത്രം തകർത്ത് പള്ളി പണിത്? അവിടെ ഒരുപാട് സ്ഥലം കിട്ടില്ല, അവിടെ ഇപ്പോഴും ഇല്ല അനവധി പള്ളികൾ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട്. അപ്പൊ ഇതായിരുന്നു ലക്ഷ്യം. ഇവന്മാർക്ക് പണിത് കൊടുക്കുമല്ലോ നല്ല പള്ളികൾ. ഇവന്മാർ ഇങ്ങോട്ട് വിളിച്ചിരുത്തി ഇവന്മാർക്ക് പള്ളി, ഗുജറാത്തിലടക്കം ഇവന്മാർ അവിടെ വിളിച്ചിരുത്തി ഇവന്മാർക്ക് പള്ളികൾ പണിത് കൊടുത്ത ചരിത്രങ്ങളുണ്ട് ഹിന്ദുക്കൾ. അല്ല, കേരളത്തിൽ കൊടുങ്ങല്ലൂര് ചെയ്തിട്ടുണ്ട്, തടിയും മറ്റുമൊക്കെ രാജാവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യുമായിരുന്നു. അന്ന് മുഗളന്മാരുടെ ഒരു തേരോട്ടം നടക്കുന്ന സമയമാണ് നോർത്ത് ഇന്ത്യയിൽ. അവർക്കത് ചെയ്യാമായിരുന്നു. അപ്പൊ അവരത് ചെയ്യാതെ ഇതിന് ചെയ്തത് എന്താണ്? അതായത് അവരുടെ അതീശത്വം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം, അല്ലാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് വ്യക്തം. അപ്പോൾ അവര് ചോദിക്കുന്നത് അത് ഞങ്ങൾ തിരിച്ചു തരിക എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഇതിനകത്ത് ഇവിടെ വില്ലിങ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കാശിയിൽ. പക്ഷെ അതും ഇവര് കയറി കടന്ന് കൊളവാക്കി. പക്ഷെ ഇപ്പോഴെന്താണ് അത് വലിയ പ്രഷർ ചെലുത്താതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസിനും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കും ഇപ്പോൾ ഹിന്ദുവിനെ പേടിയായി തുടങ്ങി. ഹിന്ദു വോട്ട് ബാങ്കായി മാറി. അതുകൊണ്ട് ഇനി കൂടുതൽ കയറിക്കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വോട്ട് പോകുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് ഇപ്പൊ അനങ്ങാതെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എന്നേ ഇപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ കുത്തിയിളക്കിയമാര് വലിയ പ്രശ്നം ഉണ്ടാക്കിച്ചു തന്നെ. ഇപ്പൊ വോട്ട് കിട്ടത്തില്ലെന്നറിയാം. പറഞ്ഞു ഹിന്ദുവിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ട് മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. ഈ പാവങ്ങൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് 84 അതുകൊണ്ട് 10-60 കേസുകളുണ്ട് കോടതി കിടക്കുന്ന, സിവിൽ കോർട്ടിൽ കിടക്കുന്ന കേസുകൾ അനവധിയുണ്ട്. അപ്പൊ നിയമപരമായിട്ടുള്ള പോരാട്ടം എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് യാത്രകളും നടത്തുമായിരിക്കാം, എനിക്ക് അറിയില്ല അതിനെക്കുറിച്ചൊന്നും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതിലേക്ക് പിന്നെ ഇന്നലെ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രസ്താവന വന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കേന്ദ്രം GST കുറയ്ക്കാൻ പോവാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഈ താരിഫിന്റെ ഇത് മറികടക്കാനായിട്ട് ഞാൻ എന്റെ സംസ്ഥാനത്ത് UP സെസ്സുകളും ഇപ്പൊ അധികമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ചുമത്തുന്ന നികുതിയില്ലേ, അത് ഞാൻ കുറയ്ക്കാൻ തീരുമാനിച്ചു എന്നാ പറഞ്ഞത്. എത്ര ഇതായിട്ട് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് അത് പറയാൻ കഴിയുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞതാണ് UP പോലെ ഒരു വലിയ സ്റ്റേറ്റിൽ ഈ നവരാത്രി, ദസറ, ഇപ്പൊ ഈ ഉത്സവകാലമാണ് നടക്കുന്നത്. ആ ഉത്സവകാലത്തെ വിപണിക്ക് ഉണർവേകാൻ വേണ്ടി, താരിഫിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഈ സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന നികുതി, ഓരോ സാധനത്തിനും ഈ GST കൂടാതെ വരുന്ന ചില നികുതികളുണ്ടല്ലോ സാധനങ്ങൾക്കൊക്കെ, അത് ഞാൻ മാറ്റുകയാണ്. കൂടുതൽ വ്യാപാരം നടക്കട്ടെ, വിപണി ഉണരട്ടെ
അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നു. നമ്മുടെ കേരളത്തിലൊന്നും ചിന്തിക്കാനേ പറ്റില്ല. ഇന്നും 106 രൂപ കൊടുത്തേ കേരളത്തിൽ പെട്രോൾ അടിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം 100 രൂപ താഴെയാണ്. ഇവിടെ അപ്പോഴും കയറ്റി വെച്ചിരിക്കുകയാണ്. എങ്ങനെ കയറ്റി വെക്കാം എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ സംസ്ഥാനം. നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല, അതങ്ങനെയാണ് അതിന്റെ രീതികൾ. പക്ഷെ UP-യിലെ മുഖ്യമന്ത്രി അത് പറയുന്നു. ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ, 25 കോടി ജനമുള്ളതാണ്. അവരങ്ങനെ സാമ്പത്തികമായിട്ട് ഉയർന്നൊരു സ്റ്റേറ്റ് ഒന്നുമല്ല അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നും നാളെയുമായിട്ട് ഏതാണ്ട് ഒരു 20ഓളം സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാര് കുറഞ്ഞ പക്ഷം അവർ വെച്ചിരിക്കുന്ന സെസ്സോ ഇല്ലെങ്കിൽ അവരുടെ നികുതിയിൽ നിന്ന് 1-2% 5% വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഉത്സവ സീസണാണ്, മാക്സിമം ബൂമിങ് ഈ വിപണിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വലിയ സർസംഘചാലക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു, RSSന്റെ 100ാം വാർഷികത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ഒപ്പം തന്നെ താരിഫ് വാറിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സംശയമുള്ളത് ക്ലിയർ ചെയ്ത് പോവുകയാണ്. കാരണം കുറെ നാളായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നു. ക്ലിയർ ആണ്, കൃത്യമാണ്. ഇതിനകത്ത് വിവാദത്തിന് ഒരു ചാൻസും ഇല്ല. വിവാദത്തിന് എന്താണ് അദ്ദേഹം പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്, വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി അതിൽ ചർച്ചയും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അയോധ്യ ഈ കാശിയിലെയും മധുരയിലെയൊക്കെ മൂവ്മെന്റ് തുടങ്ങിയിട്ട് എത്രയോ വർഷമായി ധനുഷ്, ഒരുപാട് വർഷങ്ങളായി. അതിന്റെ കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ മാധ്യമങ്ങളൊന്നും ഏറ്റുപിടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അതിന് റീച്ച് കിട്ടാത്തതുകൊണ്ടാ, ഇല്ലെങ്കിൽ അതെന്നാ ഏറ്റുപിടിച്ചാലും. അതാണ് അതിന്റെ ഒരു കാര്യം.